ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ് നെറ്റുമായിട്ടാണ്. സാൻഡ് ചെയിൻ ടെസ്റ്റ് നെറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ ഒന്നായിരിക്കും സാൻഡ് കോയിനും സാൻഡ് ബോക്സും ഒക്കെ നിങ്ങളുടെ ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. അപ്പോ സാൻഡ് ബോക്സ് എക്കോസിസ്റ്റത്തിൽ നിന്നും വന്ന ഒരു പുതിയ ലെയർ 2 ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ് സാൻഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടും ഫാൻസിന് വേണ്ടിയിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ലെയർ 2 ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ്. സാൻഡ് ചെയിൻ ടെസ്റ്റ് നെറ്റിന്റെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത് തന്നെ 3 ഫേസുകളിലായിട്ടാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്നിങ്ങനെ. ഫേസ് 1 എന്ന് പറയുന്നത് സാൻഡ് ചെയിൻ ക്വസ്റ്റും, ഫേസ് 2 എന്ന് പറയുന്നത് എക്കോസിസ്റ്റം പാർട്ട്ണർ ക്വസ്റ്റും, ഫേസ് 3 എന്ന് പറയുന്നത് ക്രിയേറ്റർ ക്വസ്റ്റും ആണ്. ഇപ്പൊ ലൈവ് ആയിട്ട് നിൽക്കുന്നത് ഫേസ് 1 ആണ്. സോ ഫേസ് 1 ഒക്ടോബർ 20 തന്നെ തീരുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒട്ടും തന്നെ സമയമില്ല, 20 തീരുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സാൻഡ് ചെയിൻ ടെസ്റ്റ് നെറ്റ് ഒരു സിമ്പിൾ ഐഡിയയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ക്രിയേറ്റ്സ് വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുന്നോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് വാല്യൂ തരുന്നതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്താലും ശരി, നിങ്ങൾ ക്രിയേറ്ററിനെ സപ്പോർട്ട് ചെയ്താലും ശരി, ടെസ്റ്റിന്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലും ശരി, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ റെപ്യൂട്ടേഷൻ കൂട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റർ നേഷൻ എന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ പ്രോഗ്രസ്സും കൂട്ടുന്നതായിരിക്കും. സോ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സജീവമായി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നോ അത്ര കൂടുതൽ വാല്യൂസും റെക്കഗ്നേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അത് തന്നെയാണ് സാൻഡ് ചെയിൻ ടെസ്റ്റ് നെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ടെസ്റ്റ് നെറ്റ് സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. ആസ് യൂഷ്വൽ നമ്മളിവിടെ ആദ്യം വാലറ്റ് കണക്ട് ചെയ്യണം. സോ ഞാൻ ഓൾറെഡി ഇവിടെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണക്ട് വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഞാൻ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ ടാസ്കുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ടാസ്കുകളെല്ലാം തന്നെ 1 by 1 ആയിട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് 1-2 നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് അവരുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുന്നതായിക്കോട്ടെ, അവരുടെ ചില പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നതും റീട്വീറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറേ ടാസ്കുകളുടെ ഉണ്ട്. ആൻഡ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് കൂടിയാണ് സൈൻ ഇൻ ചെയ്യാന്നുള്ളത്. സൈൻ ഇൻ ദ മാനിഫെസ്റ്റോ. സോ ഇതുകൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് അവിടെ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് കൊടുക്കുക. അപ്പോൾ അത് അവരുടെ ഈ ഒരു സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം വാലറ്റ് കണക്ട് ചെയ്യണം. മെറ്റാമാസ്ക് തന്നെ കണക്ട് ചെയ്യുക. ആൻഡ് താഴേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ ജസ്റ്റ് 3-4 ഓപ്ഷൻസ് അവർ കാണിക്കും. അതായത് നിങ്ങൾ ക്രിയേറ്റർ ആണോ, നിങ്ങൾ അവരുടെ ഒരു ഫാൻ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫാൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ വാലറ്റിൽ കൺഫർമേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് വിടുക. സോ നിങ്ങൾക്ക് എറേഴ്സ് എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, റെഡി ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ കുറേ നേരമായിട്ട് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്റ്റൻഷൻ എടുത്തിട്ട് നിങ്ങളുടെ വാലറ്റിൽ കൺഫർമേഷൻ എന്തെങ്കിലും വന്ന് കിടപ്പുണ്ടോ എന്നതും കൂടെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് നിങ്ങൾക്ക് ആവുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എററാണ് കാണിച്ചത്. സെക്കൻഡ് ടൈം ആയപ്പോഴത്തേക്കും ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്തപ്പോഴത്തേക്കും റെഡിയായി. ആൻഡ് നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കാണിക്കും. സോ റീഫ്രഷ് ചെയ്ത് വേണം നിങ്ങൾ ഓരോ ടാസ്കും ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ SP ക്രെഡിറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ 260 SP ആണ് നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ആവുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫോസറ്റിൽ നിന്ന് അവരുടെ ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്യണം. അതേപോലെ തന്നെ ബ്രിഡ്ജൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ സൈറ്റിലേക്ക് നമുക്കിനി പോകാം. സോ അതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്ക് വഴി കയറുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യം വാലറ്റ് തന്നെ കണക്ട് ചെയ്യണം. വാലറ്റ് കണക്ട് ചെയ്യുക നിങ്ങൾ. സോ നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ടു വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണിക്കും. അതുകൂടെ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സിലിക്ക നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. സോ നമുക്കിവിടെ സിലിക്കയിൽ നിന്ന് സെബോളയിലേക്കാണ് ബ്രിഡ്ജ് ചെയ്യേണ്ടത്. സോ ആദ്യം നിങ്ങൾ ഫോസിൽ നിന്ന് ക്ലെയിം ചെയ്യണം. താഴെ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ കാണും. സോ നിങ്ങളത് പ്രത്യേകിച്ച് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുന്നതിലൂടെ
നിങ്ങൾക്ക് അവിടെ വാലറ്റ് അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കുക, റെഡിയാവും. ഞാൻ ഇതിനകത്ത് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ 0.01 ടോക്കൺ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ആവുക, അതായത് ക്ലെയിം ആവുക. ദെൻ നിങ്ങൾ അത് ജസ്റ്റ് ബ്രിഡ്ജ് ചെയ്യണം. ഞാൻ 0.001 കൊടുത്തുകൊണ്ടാണ് ഞാൻ ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ട്രാൻസാക്ഷൻ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ബാലൻസിൻ്റെ എമൗണ്ട് കുറവുണ്ട്, 0.009 എന്തോ ഉള്ളൂ. സോ അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് 0.001 കൊടുത്തുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സിലിക്കയിൽ നിന്ന് സെബോളിയയിലേക്കാണ് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അവിടെ തിരിച്ചായിരിക്കും കിടക്കുക, സെബോളിയ ടു സിലിക്ക എന്നുള്ള രീതിയിലായിരിക്കും കിടക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്താൽ മതി. ഒരു ആരോ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് സ്വാപ്പ് ചെയ്യുക, ദെൻ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഈ കുറച്ച് ടാസ്കുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടിപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ആവശ്യമില്ല. അത്രയും മാത്രമേ മതിയാവൂ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് തീർക്കാനായിട്ട്. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ്. ഒക്ടോബർ 20 വരെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസവും കൂടെ ഉള്ളൂ സമയം. സോ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇത് ചെയ്താൽ മാത്രം പോരാ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ്സോട് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആ ഒരു ടെസ്റ്റ്നെറ്റ് ചെയ്തത് കൊണ്ട് മാത്രം യാതൊരു കാര്യവും ഉണ്ടാവില്ല. അതിൻ്റെ അപ്ഡേറ്റ്സും കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ ഗായ്സ്.